ഓക്സ്ഫോർഡ് സർവകലാശാല സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ചാർലിയുമായി സംവാദം നടത്തിയിരുന്നു. ചാർലിയുടെ മരണവാർത്തയെക്കുറിച്ചുള്ള കറുത്തവർഗക്കാരനായ സ്റ്റുഡന്റ് യൂണിയൻ പ്രസിഡന്റിന്റെ പ്രസ്താവന വിവാദമായിട്ടുണ്ട്. ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രിയായ ഡേവിഡ് ലാമി ചാർലിയുടെ മരണത്തെ അപമാനിച്ചു എന്ന തരത്തിൽ പ്രചരണം ശക്തമാണ്. വലതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പായി, ഇടത് ഇസ്ലാമിക ലിബറൽ ആശയ പ്രചരണത്തിന് വഴങ്ങാത്തവർക്കുള്ള മുന്നറിയിപ്പായി ഇതിപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ആശയത്തിന് കീഴടങ്ങുന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊന്നുകളയും. ആ കൊലപാതകം ഉണ്ടാക്കുന്ന ഭീതിയിൽ നിങ്ങൾ നന്നാവുന്നെങ്കിൽ നന്നാവൂ എന്ന നമ്മുടെ പഴയ ജോസഫ് മാസ്റ്ററുടെ കൈവെട്ട് മനഃശാസ്ത്രം തന്നെയാണ് ഇപ്പോൾ ലോകമെമ്പാടും പടരുന്നത് എന്ന് തീർച്ച. അമേരിക്ക പോലെ ലോകത്തെ ഏറ്റവും സമ്പന്നവും ഏറ്റവും ഉയർന്ന ജനാധിപത്യ മൂല്യവും നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരാൾ തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ 31ാമത്തെ വയസ്സിൽ വെടിയുതിർത്ത് ജീവനെടുത്തു എന്നത് ചെറിയ കാര്യമായി ആരും കാണേണ്ടതില്ല. ലോകമെമ്പാടും ചില കൃത്യമായ അജണ്ടയോടെ പടർന്നു പിടിക്കുന്ന ചില ആശയങ്ങൾക്ക് വളമിട്ട് കൊടുക്കുകയാണ് ഈ കൊലപാതകത്തിലൂടെ. ഈ കൊലപാതകത്തെ സ്തുതിക്കുന്നവർ ആരുമാവട്ടെ, അവർ ലക്ഷ്യം വയ്ക്കുന്നത് ജനാധിപത്യത്തിന്റെ കൊലപാതകമാണ്. ആരും തങ്ങളുടെ ഇഷ്ടത്തിനും ഇംഗിതത്തിനും നിരക്കാത്ത തരത്തിൽ സംസാരിക്കരുത്, സംസാരിച്ചാൽ ഞങ്ങൾ തട്ടിക്കളയും എന്ന പ്രഖ്യാപനം ഇതിന്റെ മറ്റൊരു തരത്തിലുള്ള പ്രഖ്യാപനം തന്നെയാണ് ഈ നാട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ചെയ്യുന്നത്. പക്ഷേ ഒരു ചാർലി കിർക്കിനെ കൊന്നാൽ 1000 ചാർലി കിർക്കുമാർ ഉയർത്തെഴുന്നേൽക്കുമെന്നും ഇതുവരെ കെട്ടിപ്പൊക്കിയ കപട സാമ്രാജ്യങ്ങളൊക്കെ തകർന്നു വീഴുമെന്നും ഇവരാരും മനസ്സിലാക്കുന്നില്ല. $1,00,000 ഇനാം പ്രഖ്യാപിച്ച് FBI പ്രതിയെ തപ്പിക്കൊണ്ടിരിക്കുന്നു എന്നത് മാത്രമാണ് അവശേഷിക്കുന്ന ഏക നാണക്കേട്. വലിയ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ഭാവിയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുമെന്ന് പോലും കണക്കാക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ പട്ടാപ്പകൽ ക്രൂരമായി കൊലപാതകം നടത്തിയത് ഒരു വ്യക്തിയായിട്ടും അയാളെ കണ്ടെത്താൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് അമേരിക്ക എങ്ങനെ നിബന്ധിച്ചു എന്ന് ചോദിക്കുന്നവർക്ക് എന്തുത്തരമാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്?